സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. കോട്ടയം പാലായിൽ ഒരു കുടുംബത്തിലുണ്ടായ കൂട്ടമരണമാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. പാല പൂവരണയിലാണ് ഒരു കുടുംബത്തിലെ 5 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അച്ഛനും അമ്മയും 3 കുട്ടികളുമാണ് മരിച്ചത്. ഭാര്യയും മക്കളെയും കൊലപ്പെടുത്തി ഭർത്താവ് അകലക്കുന്ന് സ്വദേശി ജെയ്സൺ തോമസ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. പൂവരണി കൊച്ചുകൊട്ടാരം ഭാഗത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഇവർ. ഈ വീട്ടിൽ നമുക്ക് വരേണ്ട ഒരു ആവശ്യമില്ല. ഇവിടെ ഒരു വീട്ടുകാരല്ല, ഇവിടെ ചുമ്മാ കിടന്ന ഇവര് ഡ്രൈവറാണ്. ഇവിടെ ഒരു പാലെടുക്കുന്ന കമ്പനി ഒന്നും അറിയില്ല. ഒറ്റപ്പെട്ട സ്ഥലം എന്നുള്ള രീതിയല്ല, ഒരു വാടകയ്ക്ക് കിട്ടിയതിന് പേര് ഇവിടെ താമസിക്കുന്നു മാത്രമേ ഉള്ളൂ. ഇതിനു മുമ്പ് അവർ ഉള്ളൂന്നാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി കോട്ടയത്ത് നിന്ന് ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇത്തരം ഈ കുടുംബങ്ങളിലെ കൂട്ടമരണങ്ങളൊക്കെ സാധാരണ നമ്മളെ ഏറെ വേദനിപ്പിക്കാറുണ്ട്. കൊച്ചു കുട്ടികളെ 3 മക്കളെ കൊലപ്പെടുത്തി, മക്കളെയും ഭാര്യയും കൊലപ്പെടുത്തി ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്ത സംഭവം. ഇത് പല രീതിയിലുള്ള സംശയങ്ങളുണ്ട്. എന്തെങ്കിലും സാമ്പത്തിക ബാധ്യത മൂലമുള്ള കൊലപാതകമായിരുന്നോ? ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ പോലീസ് പങ്കുവെക്കുന്നുണ്ടോ ശ്രീജിത്ത്? പോലീസ് ഇതുവരെ ഇതിനെക്കുറിച്ച് യാതൊരു വിവരവും പങ്കുവച്ചിട്ടില്ല ടോം. നമ്മൾ നാട്ടുകാരോടാണ് പിന്നെയും സംസാരിച്ചത്. അവരിൽ നിന്ന് ലഭ്യമാകുന്ന വിവരത്തിലും എന്താണ് കാരണം എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നും തന്നെയില്ല. സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെയുള്ളവയെക്കുറിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു എല്ലാ മാധ്യമങ്ങളും. പക്ഷെ ആരും അങ്ങനെ ഒരു പ്രതികരണവും നൽകിയിട്ടില്ല. മാത്രമല്ല, ഇവർ സന്തോഷകരമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ലഭിച്ച മറുപടി. അതായത് ഇന്നലെയും ഈ മൂത്ത കുട്ടിയെ നഴ്സറിയിൽ നിന്ന്, അംഗനവാടിയിൽ നിന്ന് വിളിക്കാൻ ജെയ്സൺ പോയിരുന്നു. മിനിയാന്ന് ഈ ഭാര്യയും ഭർത്താവും ചേർന്ന ഏറ്റവും ഇളയ കുഞ്ഞിന് പോളിയോ നൽകാൻ വേണ്ടി പോയിരുന്നു. അവിടെയൊക്കെ ഇവർ നാട്ടുകാരെയും ആശാവർക്കർമാരെയും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും യാതൊരു സംശയം തോന്നുന്ന തരത്തിൽ യാതൊരു സാഹചര്യങ്ങളും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇന്നലെ രാത്രി ജെയ്സൺ വിളിച്ച് ജ്യേഷ്ഠനോട് രാവിലെ വീട്ടിലേക്കൊന്ന് വരണം എന്ന് പറഞ്ഞിരുന്നു. അതായത് ഒരു പ്ലാൻഡ് മർഡർ എന്ന് തന്നെ നമുക്ക് തോന്നിപ്പിക്കാവുന്ന ഒരു സാഹചര്യമാണിത്. രാവിലെ ജെയ്സന്റെ ചേട്ടൻ ഒരു ഓട്ടോ ഡ്രൈവർക്കൊപ്പം ഓട്ടോയിൽ കയറി ഇവിടേക്ക് എത്തിയപ്പോഴാണ് ഈ വീടിനുള്ളിൽ ഇങ്ങനെ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ഈ ആദ്യം ജെയ്സന്റെ മൃതദേഹമായിരുന്നു. തൊട്ടപ്പുറത്തെ മുറിയിൽ 2 കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു എന്നായിരുന്നു അവർ ആദ്യം കണ്ടത്. പിന്നീട് പോലീസ് നടത്തിയ പരിശോധനയിലാണ് 3 കുഞ്ഞുങ്ങളും ഈ ജെയ്സന്റെ ഭാര്യയും മരിച്ച നിലയിൽ അവിടെ കാണുന്ന സ്ഥിതി വന്നത്. ഉടൻ തന്നെ ഈ വാർഡ് മെമ്പറെ വിവരം അറിയിച്ചു. വാർഡ് മെമ്പറാണ് പോലീസിൽ അറിയിക്കുകയും തുടർന്ന് വലിയ പോലീസ് സംഘം തന്നെ പാലാ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അവിടെ എത്തുകയും കൂടുതൽ പരിശോധനകളൊക്കെ നടത്തുകയും ചെയ്തത്. എന്തായാലും ദാരുണമായൊരു കൊലപാതകമാണ്. ഒരു സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഇങ്ങനെ കുഞ്ഞുങ്ങളെയൊക്കെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യയിലേക്ക് പോകാൻ ഒരാൾക്ക് എങ്ങനെ കഴിയുന്നു എന്നുള്ള ചോദ്യം അവിടെ ബാക്കിയാണ്. പെട്ടെന്നുള്ള പ്രകോപനം ആവാം. പക്ഷേ ഇയാളൊരു മദ്യപാനിയാണോ? ഈ മദ്യലഹരിയിലുള്ള കൊലപാതകമെന്ന് സംശയിക്കണോ? നിലവിൽ അത്തരം വിവരങ്ങളൊന്നും തന്നെ ഇല്ല. ഈ അവിടുത്തെ തൊട്ടടുത്തുള്ള വീട്ടിലുള്ളവരും ഒക്കെ പറയുന്നത് ഈ ജെയ്സൺ കുടുംബത്തെ നന്നായി നോക്കുന്ന ആളാണ് എന്ന് തന്നെയാണ് പറയുന്നത്. മദ്യലഹരിയുടെ ഒരു പ്രശ്നം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ പെൺകുട്ടി അത്യാവശ്യം സാമ്പത്തികമായി ഉയർന്ന കുടുംബത്തിൽ ഉള്ളതായിരുന്നു. ഇദ്ദേഹം ഈ ജെയ്സൺ പക്ഷേ അങ്ങനെ അല്ലായിരുന്നു. ഇവർ പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത്. ഇരുവരുടെയും ആദ്യ വിവാഹം എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇവർ തമ്മിൽ വയസ്സിലും നല്ല വ്യത്യാസമുണ്ട്. 44 വയസ്സാണ് ജെയ്സൺ ഉള്ളത്. 28 വയസ്സ് മാത്രമേ ഈ യുവതിക്ക് ഉള്ളൂ. 4 വയസ്സും 2 വയസ്സും 7 മാസവും ഇങ്ങനെ പ്രായമാണ് കുഞ്ഞുങ്ങൾക്കുള്ളത്. വീട്ടുകാരുടെ എല്ലാം എതിർപ്പുണ്ടായിട്ടും അവർ വിവാഹം കഴിച്ച് താമസിക്കുകയായിരുന്നു. 1.5 വർഷത്തോളം ഏതാണ്ടായി ഈ പൂവരണിയിലെ വീട്ടിൽ എത്തിയിട്ട്. അതിനു മുൻപ് ഉരുളികുന്നത്തായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. ഇതെല്ലാം വാടക വീടുകളാണ്. ഇപ്പോൾ താമസിക്കുന്ന വീട് ഏതാണ്ട് പൂർണ്ണമായും ഒരു റബ്ബർ തോട്ടത്തിന് നടുവിലാണ്. തൊട്ടടുത്തൊന്നും വീടില്ല. ഒരുപക്ഷെ ഈ രാത്രിയിലെ കൊലപാതകമൊക്കെ നടന്ന സമയത്ത് അവർക്ക് ആർക്കും കേൾക്കാനുള്ള സാഹചര്യം പോലും ഉണ്ടായിരുന്നില്ല എന്ന് വേണം നമുക്കിപ്പോൾ അനുമാനിച്ചെടുക്കാൻ. അവിടെ ഒരു റബ്ബർ കമ്പനിയിൽ, അതായത് റബ്ബർ പാൽ ശേഖരിക്കുന്ന കമ്പനിയിലെ ഡ്രൈവറായിരുന്നു ഈ ജെയ്സൺ. എന്തായാലും ദാരുണമായ സംഭവമാണ്. 3 കുഞ്ഞു കുട്ടികളടക്കം ഇതിൽ ഇരയാക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായുള്ളത്. ശ്രീജിത്ത് തുടരുക. ഇപ്പോൾ മനഃശാസ്ത്രജ്ഞ ഡോക്ടർ എൽസി ഉമ്മൻ കൂടി